ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഒരു കടയുടെ മുന്നിൽ പേപ്പർ വിരിച്ച് സ്വന്തം ഡ്രസ്സ് മടക്കി തലവണയാക്കി കിടന്നുറങ്ങിയ കഥ എപ്പോഴും പറയും. വളർച്ചയെ പറ്റിയൊക്കെ പറയും. ചെന്നൈയിലായിരുന്നു. ഞാൻ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നു എൻ്റെ കല്യാണത്തിന് ശേഷം. അന്ന് അത്രയും ഒരു പടം കഴിഞ്ഞാൽ ഈ മഴയെ കാത്തിരിക്കുന്ന വേഴാമല പോലെ കാത്തിരിക്കണം. ചാൻസുകൾ ചോദിക്കില്ലല്ലോ ആരോട്. അല്ല, അന്ന് ഒരു സുബ്രഹ്മണ്യ മുതലാളി ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞപ്പ മുതലാളി ഉണ്ട്. അന്ന് മുതലാളിമാരാണ്. അത് വല്ല ഒരു വർഷം കഴിഞ്ഞാൽ വല്ല ക്രിസ്മസിനോ അല്ലെങ്കിൽ ഓണത്തിനോ ആണ് ഒരു പടം എടുക്കുന്നത്. അത് സ്ഥിരം നാടകവേദി കുറച്ച് ആർട്ടിസ്റ്റ് കാണാം. നസീർ, KP ഉമ്മർ, അങ്ങനെ ബാസി. ഈ ബാസിയായിട്ടിന് വിചാരിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഒരു കോമഡി ട്രാക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ. സുകുമാരി ചേച്ചി, ശ്രീലത, അങ്ങനെ വരും. അപ്പോൾ അതിനകത്ത് അപ്പോൾ നമ്മൾ എല്ലാ ഓഫീസിലും കയറി ഇറങ്ങണം. ചെന്നിട്ട് അത് പിന്നെ ആദ്യമായി വാങ്ങിച്ചൊരു വാഹനം സൈക്കിളാണ്. കാരണം എല്ലാ ഓഫീസിലും കറക്റ്റായിട്ട് എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ അന്ന് ശമ്പളം കിട്ടിയില്ല. 250 രൂപയായിരിക്കും. പക്ഷേ 250 പ്രാവശ്യം നടന്നാലേ 50 രൂപയൊക്കെ തരുള്ളൂ. അങ്ങനെ ഇരുന്ന കാലഘട്ടം. അപ്പം ഇങ്ങനെ ഞാൻ ഇവിടെ അടുത്ത അതിനകത്തൊരു കള്ള് ഷോപ്പുള്ളത്, അതിനകത്ത് വന്നാൽ തനിക്ക് ചെറിയൊരു റോളുണ്ട്. ശരി, ഇപ്പം ശശികുമാർ സാറാണ് സംവിധായകൻ. കുഞ്ഞേ ഇങ്ങനെ സ്ഥലത്ത് വന്നാൽ നീ പോയിട്ട് മറ്റേ അങ്ങനെ ഓരോ എഴുത്തിനെ പോയി കാണും. അങ്ങനെ കണ്ടാണ് പിന്നെ അത് കുറച്ച് പിന്നെ ഒരു ബൈക്ക് വാങ്ങിച്ചിട്ട് അല്ല, ആദ്യം ഒരു സൈക്കിൾ വാങ്ങിച്ചു. ഈ സമയത്തെത്തിയില്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ 1-2 പടമൊക്കെ പിന്നെ ഒരു TVS 50 വാങ്ങിച്ചു, മോപ്പറ്റ്. അപ്പോൾ അതിൻ്റെ നല്ല സ്റ്റൈലാക്കി കിട്ടി. അതിൻ്റെ 2 സ്റ്റിക്കറോടി കുഞ്ചഹ. അപ്പം പെട്രോളിങ് സാർ കുഞ്ചഹ ബൈക്ക് എന്നാ യമഹ ബൈക്ക് பார்த்துருக்கு சார், കുഞ്ചഹ ബൈക്ക് பார்க்கவே இல்லை. യമഹ എന്നുള്ളൊരു കുഞ്ചഹ നമ്മുടെ ഒരേ ഒരു ബൈക്ക് ഇതാ ലോകത്തിൽ ഒരേ ഒരു ബൈക്ക് ഇതായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഒരു ഫിയറ്റ് കാർ. അങ്ങനെ നമ്മുടെ കയറ്റമനുസരിച്ച് നമ്മളെ ജീവിതം പോകുന്നതനുസരിച്ച് ഒരു ചെറിയ കാറായി. ഒരു ഫിയറ്റ് കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ഫിയറ്റ് വാങ്ങി. ഡാത്തടി എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഈ ബോഡി പോസിറ്റിവിറ്റിയെ പറ്റി സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. ഈ ആഷിഖ് കപൂറുമായിട്ടുള്ള സൗഹൃദം, ആ സെറ്റായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് തുറക്കുന്നത്? ബന്ധം എന്ന് പറഞ്ഞാൽ അവൻ്റെ 3-4 പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെരി നൈസ് ഗായ്, നല്ല ചെറുപ്പക്കാരൻ, തൊഴിലറിയാവുന്ന ചെറുപ്പക്കാരൻ. അങ്ങനെയുള്ള ബന്ധങ്ങൾ. അതായത് ഇങ്ങനെ നമ്മളത് ഏത് ബന്ധങ്ങളും അത് മുറിക്കാതെ പോയാൽ മതി. നമ്മളെ പെരുമാറ്റം പോലെ ഇരിക്കും. അവൻ്റെ പെരുമാറ്റം നല്ലതാണെങ്കിൽ അവനോട്ട് അടിക്കും, മോശമാണെങ്കിൽ നമ്മൾ അപ്പോഴേ വിട്ടേക്കുക. ഗാങ്സ്റ്ററിലെ വേഷം ഉണ്ടല്ലോ, വില്ലൻ വേഷം, അതിന്റെ ലുക്കായാലും ശരി, അതിന്റെ ആക്സെന്റ് ആയാലും ഒരു പ്രത്യേക രീതിയിലായിരുന്നു. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു ആ സിനിമ. കുറച്ച് കാലത്തിന് മുമ്പേ സഞ്ചരിച്ചു എന്നുള്ള സിനിമയുടെ ഒരു കുഴപ്പമായിട്ടുള്ളൂ. അത് ഇനി ആയാലും ആ സിനിമ ആഘോഷിക്കപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നത്. ആ വേഷത്തിലേക്ക് എത്തുകയും അല്ലെങ്കിൽ ആ വേഷത്തിന്റെ ലുക്ക് ഫൈനലൈസ് ചെയ്യുക, ആ സമയം ഒന്ന് പറയാമോ? അല്ല, അതിങ്ങനെ ക്യാരക്ടർ പറയുമ്പോൾ ചേട്ടാ ഇതിങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടറുണ്ട് ചേട്ടൻ. ഞാൻ ഏത് വില്ലനായാലും എന്തായാലും ഇത് സിനിമയാണ്. നമ്മുടെ അഭിനയ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പറിൽ നേരത്തെ നമ്മുടെ ചോറാണ്, നമ്മുടെ തൊഴിലാണ്. അതുപോലെ എന്ത് കിട്ടാൻ അങ്ങനെ എൻ്റെ ബിഗൊക്കെ വെച്ച് നോക്കിയപ്പം മമ്മൂട്ടിയുണ്ട്, ഇത് കൊള്ളാലോടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ആ വേഷം ചെയ്യുന്നത്. അത് അപ്പം നമുക്കൊരു പഴയ എമ്മൻ നമ്പ്യാരൊക്കെ മനസ്സിലുണ്ടല്ലോ, അങ്ങനെ ചെയ്തതാണ്. അത് ഒരു കുഴപ്പമില്ലാതെ. പക്ഷേ ആ പടം അത് വിജയകരമായി പോയില്ല എന്ന്. അതെ അതെ അതെ. പക്ഷെ ആ പടത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആരാധക വൃന്ദം ഉണ്ട്. ഏയോട്ടയിലെ രാമൻ, കോട്ടയം കുഞ്ഞച്ചിലെ കുട്ടിയച്ഛൻ, ഇതില് ആരാണ് ഫേവറേറ്റ്? കുട്ടിയച്ഛൻ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നത്, അത് നല്ല ക്യാരക്ടറായിരുന്നു. ഏയോട്ടോ ഓൾസോ ഗുഡ്. കടുക്കനൊക്കെ ഇട്ട് വരുന്നതും അത് മണിയമ്പള രാജുവായിട്ട് വലിയ പുള്ളിയുടെ എല്ലാ പടങ്ങളിലും ഉണ്ട് ചേട്ടൻ. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആദ്യത്തെ ഫ്രീക്കാണല്ലോ. അതെ, കേരളത്തിലെ ഒഫീഷ്യൽ ആദ്യത്തെ ഫ്രീക്കാണ്. ഈ കോസ്റ്റ്യൂം സെൻസ് എവിടുന്ന വരുന്നുണ്ടായിരുന്നേ? ഇപ്പൊ ഏയോട്ടയിലെ കോസ്റ്റ്യൂംസ് എടുത്ത് നോക്കിയാലും ശരി, അല്ലെങ്കിൽ കോട്ടയം കുഞ്ഞച്ചിലെ കോസ്റ്റ്യൂംസ് എടുത്ത് നോക്കിയാലും ശരി, ആ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഫാഷനബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് ശരിക്കും. കോട്ടയം കുഞ്ഞച്ചിലെ കോസ്റ്റ്യൂംസ് ആ ഹെയർ സ്റ്റൈലൊന്നും അങ്ങനെ ആയിരുന്നു. ശരി, പ്രോപ്പറായിട്ട് ഈരിയിട്ടാണ് ആ ഡ്രസ്സ് ഇടുന്നെങ്കിൽ നല്ല രസമാണ് കോസ്റ്റ്യൂം ശരിക്കും. ഈ ഐഡിയാസ് ഒക്കെ എവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു? ഇതൊക്കെ നമ്മുടെ ഓൺ ഐഡിയാസ് ആണ്. ഡയറക്ടർ പറയും, പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇന്നത് ഇട്ടാൽ ഇന്നത് കറക്റ്റ് ആയിരിക്കും. ഒരു നമ്മളുടെ സമ്മാനങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ. ആ ഡയറക്ടറിനെ പറയും കുഞ്ചാട്ട ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറയും. കോസ്റ്റ്യൂമൊക്കെ അതുപോലെ തയ്ച്ച് വേണം. പിന്നെയൊക്കെ നമ്മുടെ കയ്യിലാണ്. ഒരു ക്യാരക്ടർ മേക്കപ്പ് മാൻ്റെ കയ്യിലാണ്. അദ്ദേഹം ഒരു ക്യാരക്ടർ എടുക്കുന്ന നല്ല മേക്കപ്പ് മാൻ, ആ ക്യാരക്ടറായിട്ട് അദ്ദേഹം മാറും. അത് നമ്മൾ
നമ്മുടെ മുഖത്തെ എങ്ങനെ വരുന്നു അതായിരിക്കും പ്രതിഫലിക്കുന്നത്. ഓട്ടോയില് വേണ്ടിട്ടേ ഈ മുണ്ടാന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഇനി മുണ്ടാന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ ശരി? ഏമുണ്ടാകും ഷോർട്ട് ഷോർട്ട്. ഓ ഓക്കെ 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 ഓക്കെ, അതാണ് അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. വേണു നാഗവള്ളി ഈ കോസ്റ്റ്യൂമിൽ ആദ്യമായിട്ട് കണ്ട സമയത്തെ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അതൊരു ആംഗ്ലൻ ലുക്കാണല്ലോ, ഗംഭീരമായിരിക്കുക എന്നല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശ്രീനിവാസൻ കൂടെ ഉണ്ടല്ലോ ഇന്നത്തെ, ശ്രീനിവാസനെ കളിയാക്കുന്ന ആളുടെ മെയിൻ. എൻ്റെ ഇതൊക്കെ ഞാൻ പറയുന്നത് അനിയായത് ഒത്തു കിട്ടുന്നതാണ്, നമ്മുടെ കയ്യിലല്ല. ചിലത് നമ്മുടെ കയ്യിൽ ഒതുങ്ങും, ചിലത് കൈ വിട്ടു പോകും. ഇത് ആളുകളങ്ങ് കയറി പിടിച്ച് ഇപ്പോഴും എനിക്ക് ഈ ഗേറ്റിൻ്റെ വെളിയിൽ പോയി പിള്ളേർ കണ്ട് ഇപ്പോഴും പിള്ളേരെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ഹായ് മിണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു മനസ്സിൽ ആ ഒരു സുഖമുണ്ടല്ലോ. അതിൽ ഇഷ്ടപ്പെറ്റോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. അതൊക്കെ ചേട്ടൻ്റെ കൈ തന്നെ. അത് ഇങ്ങനെ ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈലായിട്ട് ഡെന്നിസ് ഡെന്നിസ് സ്റ്റൈലായിട്ടുള്ള പയ്യനാണ്, പിന്നെ വളരെ പരിഷ്കാരിയാണ്. അപ്പോൾ അങ്ങനെ ഈ ലാംഗ്വേജ് ഒന്ന് അങ്ങനെ ചേഞ്ച് ചെയ്താണ്. ഇഷ്ടപ്പെറ്റോ ഇഷ്ടപ്പെടും, അതും എനിക്കറിയാം. വിവരവും വിദ്യാഭ്യാസമുള്ളൊരു പയ്യന് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും, ഇഷ്ടപ്പെടും. ഒരുപാട് ബഡ്ഡിങ് ആയിട്ടായിരുന്ന ആക്ട്രസ്സുകളുടെ ഒരു ആദ്യ സ്റ്റേജ് ഓഫ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് മാമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം രമ്യ നമ്പീശൻ, റീമ കല്ലിങ്കൽ, അവരുടെയൊക്കെ അങ്ങനെ എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്ന. അതായത് എനിക്ക് ഏറ്റവും ഞാൻ ആദ്യം ഒരു ആർട്ടിസ്റ്റ് ഉണ്ണിമേരി, പഴയ ഉണ്ണിമേരിയുടെ ഞാൻ കല്യാണത്തിൽ വിളിക്കുന്നത്. അന്ന് തുടങ്ങി ഇങ്ങോട്ട് ഗീതു മോഹൻദാസ്, ദിവ്യ ഉണ്ണി, അന്നത്തെ കല്യാണം കഴിക്കുന്നവരൊക്കെ ഞാൻ ഒരുക്കൊണ്ടിരുന്നത്. പിന്നെ ദുൽഖറിന്റെ വൈഫ് കാവ്യ മാധവൻ, സുറുമി, മമ്മൂട്ടിയുടെ മോള്, പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് പറയുന്ന ഒത്തിരി ആർട്ടിസ്റ്റിനെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ആർട്ടിസ്റ്റ് എല്ലാം ചേട്ടൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് എനിക്ക് ഒരുപാട് ഗെയിൻ കിട്ടിയിട്ടുണ്ട്. പണ്ടത്തെ നടിമാര് അംബിക, ഗീത, പഴയ ഗീത, പഞ്ചാഗ്നി ഗീത, പൂർണിമ ജയറാം, പിന്നെ മഞ്ജു വാര്യർ സ്ഥിരം ഇപ്പോഴും അവിടെ ഇടയ്ക്ക് വരും. അങ്ങനെ പക്ഷെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. വന്ന ഉടനെ നമ്മൾ ഭയങ്കര ഫാമിലി ഫ്രണ്ട്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് വന്ന ഉടനെ ഫോട്ടോ എടുത്ത് വെക്കുക, അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവരുടെ പ്രൈവസിക്ക് വേണ്ടി വരികയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് ഫോട്ടോ എടുക്കില്ല, അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞങ്ങളൊക്കെ വരുമ്പോൾ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു അന്നൊക്കെ, സോഷ്യൽ മീഡിയ, വേർഡ് ഓഫ് മൗത്ത്. പക്ഷെ ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ. പക്ഷെ അതൊട്ടും എനിക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഒരു ബ്രൈഡ് വന്നിരുന്ന അപ്പം തന്നെ ആദ്യത്തെ ലുക്ക്, പിന്നെ അത്. പക്ഷെ ഞങ്ങളുള്ള കാലത്ത് അങ്ങനെയല്ല, എല്ലാം കഴിഞ്ഞ് ഒരു ഫോട്ടോ എടുക്കും. കാലഘട്ടങ്ങളിലെ വ്യത്യാസം. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് ഒട്ടും പരിചയമില്ല അങ്ങനെ ചെയ്യണം. പക്ഷെ ഒരു ഇൻസൾട്ടായിട്ട് തോന്നുന്നു എനിക്ക് ആദ്യം വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിനെ മേക്ക് ഓവർ ചെയ്ത് പിന്നെ വേറൊരു ലുക്ക് വരുന്നതും. പക്ഷെ എനിക്കിപ്പോഴും ആ നാച്ചുറൽ മേക്കപ്പാണ് ഇഷ്ടം, നാച്ചുറൽ ലുക്ക്. ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും ആ കുട്ടീനെ മനസ്സിലാക്കണം, ഇന്ന ആളാണെന്ന്, ആ കുട്ടി തന്നെയാണെന്ന്. പക്ഷെ വേറൊരു ലുക്ക്, വേറൊരു ഫിലിം സ്റ്റാറിന്റെ ലുക്കൊക്കെ കൊടുക്കുക. എല്ലാവർക്കും അതിൻ്റെതായിട്ട് ആ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും ഒരേ ലുക്കാണ്, ഒരേ ലുക്ക്, ഒരേ ഹെയർ സ്റ്റൈല്. പണ്ടൊക്കെ ഞങ്ങൾ ആ ഫേസിന് അനുസരിച്ച്, ആ ഫീച്ചേഴ്സ് അനുസരിച്ചാണ് മേക്കപ്പ് ചെയ്യുന്നത്.